ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വീടാണ്. രോഗം മാറിയില്ലെങ്കിൽ പേയ്മെന്റ് വാങ്ങിക്കത്തുമില്ല. കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒന്ന് നടന്നു കാണിക്കാവോ? കണ്ടോ, ഫ്രീ ആയിട്ടാ വരുന്നത് കേട്ടോ. ഒട്ടും നടക്കാൻ പറ്റാതെ വന്ന ഒരു അമ്മയാണ്. അമ്മയുടെയൊക്കെ സന്തോഷം കണ്ട ഭയങ്കരമാണ്. നമ്മുടെ ചികിത്സയുടെ പ്രത്യേകത അതാണ്. ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്ന ചികിത്സാ രീതിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ അഡ്മിറ്റ് ആകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെയും കയ്യിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി പൈസ വാങ്ങിക്കാറില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗി സുഖം പ്രാപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ വാങ്ങിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്യുന്ന ചികിത്സയുടെ റിസൾട്ട് കിട്ടത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചികിത്സയാണ്. നമസ്കാരം. നമ്മൾ കൊട്ടാരക്കര നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നതിന്റെ കാര്യം. 3ാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഡയൽ കേരള ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വെരിക്കോസിന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ. ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളോട് റിസൾട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുട്ടുവേദന, പെടലി വേദന, നടുവേദന, കൈകാൽ കഴപ്പ്, ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം പരിഹാരമാണ്. ഡോക്ടറെ കാണാം. ഡോക്ടർ, ഇദ്ദേഹത്തിന് എന്തുവായിരുന്നു പ്രശ്നം? ഇത് സെല്ലേറ്റീസ് കണ്ടീഷനായിരുന്നു. വെരിക്കോസ് വെയിൻ കൂടിയിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. ചുമപ്പ് വേദനയൊക്കെ ആയിട്ട് വരുന്ന കണ്ടീഷനായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ട്. എന്നിട്ടിപ്പം 4 മാസമായി. ആദ്യം എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ, നരമ്പിങ്ങനെ തടിച്ചിരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ഇത് വെരിക്കോസ് വെയിൻ കൂടിയിട്ടാണെങ്കിൽ എക്സിമ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെയാണെങ്കിൽ മാറ്റം. പേരെന്തുവായിരുന്നു? ശൈല. സ്ഥലം കിളിമാനൂർ. കാലൊന്നും കാണിക്കാവോ? ഇത് കണ്ടോ, ഇത്രയും പ്രശ്നമായിട്ടുള്ള ഡോക്ടറെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഈ വെരിക്കോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ 1-2 പേർക്കുണ്ട്. അത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന കാരണം എന്താ? ഞാൻ പലപ്പോഴും ആൾക്കാർ ഇതിനെ കുറ്റം പറയുന്നത് നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നു എന്നാണ് പൊതുവെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പണ്ട് നെല്ലിക്കുന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ റോഡില്ല, വരമ്പാണുള്ളത്, എല്ലാവരും നടന്നാണ് പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാനാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്? വണ്ടി സൗകര്യം ഉണ്ടോ? അതെ, സ്കൂൾ ബസ് തൊട്ടടുത്ത് വരുമോ എന്നുള്ളതാണ്. അത്രമാത്രം നിൽക്കുകയോ നടക്കുകയോ ചെയ്യാത്ത ഈ കാലഘട്ടത്തിലാണ് വെരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്. ഇനി അതുമല്ല, പാരമ്പര്യമാണെന്ന് പറയും. അങ്ങനെ സാറേ, ഈ പോലീസിലുള്ള ആൾക്കാർക്കും പട്ടാളക്കാർക്കും ഒക്കെ വെരിക്കോസ് വരണ്ടായോ? അതെ. അതേപോലെ മറ്റൊരു കാര്യം വെച്ചാൽ പാരമ്പര്യത്തെ കുറ്റം പറയും. ഇനിയിപ്പോൾ അച്ഛനെയും അമ്മയെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇനി നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യത്തെയൊക്കെ ആണെങ്കിൽ കുറ്റം പറയും. നാം മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഇതേപോലെ എണ്ണ പലഹാരങ്ങളുടെ അമിത ഉപയോഗം, അതേപോലെ അച്ചാറിൻ്റെ അമിത ഉപയോഗം, ഇതൊക്കെയാണ് രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ? ഒരാഴ്ച ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമായിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പലരും ഈ കമന്റ് ഇടുന്നവർ പലരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മാറ്റം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഡോക്ടറെ? ഞങ്ങൾ ഇത് മാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് ഡോക്ടർമാരെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ പേഷ്യൻറ്റും ഇനി മുതൽ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് നമ്മൾ റിസർച്ച് എന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും പേഷ്യൻസിനെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഈ പറയുന്ന ഒരു പേഷ്യൻ്റെ പോലും രോഗം മാറാതെ പോരുത്, ആ രീതിയിലുള്ള ഡോക്യുമെന്റേഷനാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കാരണവശാൽ രോഗം മാറിയില്ലെങ്കിൽ അത് നമ്മുടെ ഡോക്ടർമാർ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അവരെ വിളിച്ചു ചോദിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി തിരുത്തും. ആ രീതിയിലാണ് നമ്മൾ പുതിയ പോകുന്നത്. അതായത് നമ്മളൊരു റിസർച്ച് എന്ന രീതിയിൽ തന്നെയാണെങ്കിൽ. ഇദ്ദേഹത്തിന് മുട്ടുവേദനയായിരുന്നു. ഇതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് മുട്ടുവേദനയ്ക്ക് നല്ല ഫലപ്രദമായ ചികിത്സയുണ്ട്. സാറേ, പേര്? റൈമണ്ട് ബേബി. സ്ഥലം? മൈലക്കാട്. ഇപ്പൊ എത്ര വയസ്സായി വന്നിട്ട്? ഇപ്പം 5 ദിവസമായി. 5 ദിവസമായി. എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പൊ കുഴപ്പമില്ല. മുട്ടുവേദനയ്ക്ക് വ്യത്യാസമുണ്ട്. ശരിക്കും കുറെ നാളുകൊണ്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു? ഒരുപാട് നാളുകൊണ്ട് ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പോയതാ. എന്നിട്ടാണ് ആയുർവേദത്തിലോട്ട് വന്ന് ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. തേയ്മാനം ഉണ്ടായിരുന്നു. വന്നതിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് മുട്ടുവേദനയായിരുന്നു. എന്തോ നമുക്ക് പേഷ്യന്റ് അടുത്ത് തന്നെ ചോദിക്കാം. അമ്മയുടെ പേര്? അമ്മയുടെ പേരെന്തുവായിരുന്നു? എൻ്റെ പേര് അന്നമ്മ. സ്ഥലം എവിടാ? സ്ഥലം ചങ്ങനാശ്ശേരി. അമ്മ എന്തോ ആയിട്ടാ വന്നത് ഇവിടെ? ഞാൻ മുട്ടുവേദനയ്ക്കാണ് വന്നത്. പക്ഷെ ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ എനിക്ക് ഒരുപാട് കുറവായിട്ടുണ്ട്. നടക്കുന്നതിന് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല. നേരത്തെ അമ്മ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം, ഡോക്ടറെ ട്രീറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം എനിക്ക് വളരെയധികം കുറവായി. ഡോക്ടർ, ഇദ്ദേഹത്തിന്? ഈ അമ്മയ്ക്കാണെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കണ്ടീഷനിലും ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള MRI എല്ലാം എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കഴുത്തിനും ഉണ്ടാണ്. അതേപോലെ തന്നെയാണെങ്കിൽ ലംബാർ ഡിസ്കിനും പ്രശ്നമുണ്ട്, സെർവിക്കലിനും ഉണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷനിലൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സകളാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ ഒരു രോഗി ഇവിടെ വരുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്.
നമ്മൾ പുറമേ അല്ല തൈലം ഇടുന്നത്. പുറമേ തൈലം ഇടുന്നതിനേക്കാളും വളരെ ഫലപ്രദം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തൈലം കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മാറത്തുള്ളൂ. മാത്രമല്ല എല്ലാ വർഷവും വന്നിട്ടാണെങ്കിൽ ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്കവാറും ഒരു തവണ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിൽ ആ രോഗത്തിനാണെങ്കിൽ ഏതാണ്ട് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മ പേരെന്തായിരുന്നു? എൻ്റെ പേര് ലീല. സ്ഥലം എവിടാ അമ്മയുടെ? കൊല്ലം രാമൻകുളങ്ങര. രാമൻകുളങ്ങര. അമ്മ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് തീരെ വയ്യാതായിരുന്നു. നടക്കാനൊന്നും വയ്യ, നടു ഒക്കെ തീരെ വയ്യായിരുന്നു. ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. കാലിന്റെ മുട്ടിന് രണ്ടും ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ മുട്ടുവേദന എല്ലാം മാറി, നടുവിന്റെ പ്രശ്നങ്ങൾ മുക്കാലും മാറി. കുഴപ്പമൊന്നുമില്ല ഇപ്പൊ? എല്ലാം റെഡി ആയിട്ട്? എനിക്ക് ഉറക്കമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഏതാണ്ട് കുറെ വർഷമായിട്ടേ ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് അങ്ങനെ എനിക്ക് ഉറക്കമൊക്കെ കിട്ടി. ആണ് ഈ അമ്മയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ തന്നെ അറിയാമല്ലോ, എല്ലാവരുടെയും പ്രശ്നം. അതുപോലെ നടുവേദനയും, ഒട്ടും നടക്കാൻ പറ്റാതെ വന്ന ഒരു അമ്മയാണ്. അമ്മയുടെയൊക്കെ സന്തോഷം കണ്ടാൽ ഭയങ്കരമാണ്. ശരിക്കും നമ്മുടെ ഈ ചാനലിൽ പല വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുവാണ്. എന്തുവായാലും ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുക, ഒന്നും രണ്ടും പേരല്ല. ഈ വീടിന് അടുത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അവർക്ക് മുട്ടുവേദനയോ നടുവേദനയോ പെടലിവേദനയോ ഉണ്ടെന്നുള്ളത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വന്നത് എല്ലാവരും. ഇല്ല ഡോക്ടറെ? തീർച്ചയായിട്ടും ഞങ്ങൾ 3 വീഡിയോ ചെയ്തതിൽ എത്ര ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഗുണം കിട്ടി, ഒരുപാട് പേർക്ക് അതിനുള്ള പ്രയോജനം കിട്ടി. കാരണം പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഈ വീഡിയോ എല്ലാം കണ്ടിട്ടാണെങ്കിൽ വന്നിട്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു എവിടെയാണ് സ്ഥലം എന്നുള്ളത്. പല ആൾക്കാരും ആണെങ്കിൽ രോഗം കൊണ്ടാണെങ്കിൽ അവരാണെങ്കിൽ പല ഹോസ്പിറ്റലിൽ മാറി ഇങ്ങനെ പോയി ആണെങ്കിൽ എവിടെ പോകണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ആ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ 2021 ഒരു വീഡിയോ ചെയ്തപ്പോ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരെന്തുവായിരുന്നു? മനോജ്. ബോംബെ നിന്ന് വരുവാ. ഈ 2021 വന്നിട്ട് വീണ്ടും വരാൻ കാര്യം എന്തുവാ? വീണ്ടും വരാൻ കാരണം എന്ന് വെച്ചാല് കമ്പനി മുഖാന്തരം എനിക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യം വന്നു, ജോലി അസംബന്ധമായിട്ട്. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി പറ്റാത്തതിനെ കൊണ്ട് വീണ്ടും ഇത് ആവർത്തിച്ച് അസുഖം റെഡി ആയി പോയതാ. അന്ന് എല്ലാം റെഡി 100% എന്ന് പറയണം. റെഡി ആയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പോയതായിരുന്നു. എന്നിട്ടാണ് വീണ്ടും. അപ്പൊ നമ്മളൊന്ന് ഓർത്തോണം, ഡോക്ടർ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, തെറ്റായിട്ടുള്ള ആഹാര രീതിയും ജീവിതശൈലിയും കൊണ്ട് വരുന്ന ഒരു രോഗമാണെന്നുള്ളത് കൃത്യമായിട്ടൊരു നേർക്കാഴ്ചയെ കാണുന്നത്. ഡോക്ടറെ അപ്പൊ നേരത്തെ വന്നിട്ടേ ഇപ്പം പുള്ളി ഇവിടുന്ന് വന്ന് പോയതാണ്, ഇപ്പോഴത്തെ എങ്ങനെയുണ്ട് ഇപ്പം? അതായത് നമ്മൾ രോഗം മാറിപ്പോയി കഴിഞ്ഞാലും ഏകദേശമാണെങ്കിൽ നമ്മളൊരു ആഹാര രീതി, ജീവിതശൈലി പറഞ്ഞു തരും. രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ വീണ്ടും നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ വീണ്ടും രോഗം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന്റെ നേർക്കാഴ്ചയെ കാണുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ ഇദ്ദേഹം ഇത് കഴുത്തുവേന നടുവേനയായിട്ട് വന്നൊരു ട്രീറ്റ്മെന്റ് വന്നതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 3 ദിവസമായി. എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ്. ഡോക്ടർ വൈകുന്നേരം പ്രത്യേകിച്ച് വിളിച്ചിട്ട് ഡോക്ടറുടെ കൈകൊണ്ട് തന്നെ വേറെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, നർമ്മം എന്ന് പറയുന്നത്. അതൊന്നും ഓരോ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യുന്നതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. സോ വി ആർ സോ ഹാപ്പി. സ്ഥലം എവിടെയായിരുന്നു? ഞങ്ങൾ ആക്ച്വലി ബോംബെ നിന്നാണ്. ആണ്. പേര്? എൻ്റെ പേര് രമണി എന്ന്. ഓ ശരി. വന്നത് മാറ്റം നല്ലതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. എനിക്ക് ഈ എന്താ പറയുക, ബ്ലോട്ടിങ് ആൻഡ് ഗ്യാസ് അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. അതെല്ലാം ഇന്നലെ മുതൽ 2 ദിവസം ആയാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല റിലീഫ് ഉണ്ട്, കുഴപ്പമില്ല. ഈ വെരിക്കോസിനാണ് ഏറ്റവും കൂടുതൽ ഡോക്ടറെ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നത്. വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇത് കൂടാതെ തന്നെയാണെങ്കിൽ നമുക്കാണെങ്കിൽ കഴുത്തുവേദന, നടുവേദന, ഡിസ്കിൻ്റെ പ്രൊലാപ്സ്, അതേപോലെ വയറിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. വയറിൻ്റെ പ്രശ്നം, അസിഡിറ്റി, അദ്ദേഹത്തിന് അസിഡിറ്റി ആയിരുന്നു വയറിനാണെങ്കിൽ. അതേപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളെ, കോൺസ്റ്റിപ്പേഷനെ, ഇതിനൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായ ചികിത്സയുണ്ട്. കഴുത്തുവേദന, നടുവേദന ചികിത്സയ്ക്കാണെങ്കിൽ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് നിലവിലുള്ളത്. നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഒക്കെ തന്നെയാണെങ്കിൽ നമ്മൾ പുറമേ അല്ല എണ്ണ പുരട്ടുന്നത്, ഉള്ളിലേക്കാണ് എണ്ണ കൊടുക്കുന്നത്. ഉള്ളിലേക്ക് എണ്ണ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. നമ്മുടെ ചികിത്സയുടെ പ്രത്യേകത അതാണ്. ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്ന ചികിത്സാ രീതിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചികിത്സാ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്യുന്ന ചികിത്സയുടെ റിസൾട്ട് കിട്ടത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചികിത്സയാണ് നമുക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സിന്, പ്രത്യേകിച്ച് കഴുത്തുവേദന, അതേപോലെ തന്നെയാണെങ്കിൽ ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നത്. ഡോക്ടർ ഇദ്ദേഹം ഇത് നമ്മുടെ ആർടിയുടെ അമ്മയാണ്, കൊട്ടാരക്കരയിലെ ആർടിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വെരിക്കോസ് അൾസറായിട്ടായിരുന്നു ആദ്യമായിട്ട് വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആണ് പുല്ലൂരാ സാർ ഉള്ളത് അല്ലയോ? അമ്മയുടെ പേരെന്തുവായിരുന്നു? എൻ്റെ പേര് സതി. അമ്മ എന്തുമായിട്ടാ വന്നത്? ഇവിടെ കാലിന് ചൊറിച്ചിലും വേദനയൊക്കെ ആയിട്ടാ വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. അല്ലയോ? എനിക്ക് ഭയങ്കര ഒത്തിരി വർഷമായി, 5-6 വർഷമായിട്ട് ഭയങ്കര നടുവേദന. ഒരുപാട് സ്ഥലത്ത് പോയി ചികിത്സിച്ചു.
പക്ഷേ ഇപ്പം കാല് ഉറങ്ങുമ്പോൾ കാലിൻ്റെ ഒരു ചത്ത പോലെ ഒരു അവസ്ഥയാണ്. കിടന്ന് ഉറങ്ങുമ്പോൾ കാല് തിരിച്ചിടാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ വെറും 6 ദിവസം ആയതേ ഉള്ളൂ. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. 6 ദിവസം കൊണ്ടുള്ള വ്യത്യാസം തന്നെ ഭയങ്കരമാണ്. ഡോക്ടർ ഇദ്ദേഹം ഇതൊരു വലിയ കേസായിരുന്നു. നമുക്ക് പേഷ്യന്റ് അടുത്ത് തന്നെ ചോദിക്കാം. എടാ പേര് ബാബു കൊല്ലമാണ് സ്ഥലം. കൊല്ലം. 2 കാലയിലും ഉണ്ടായിരുന്നു. തൊമ്മിനും ഒരുവിധം 90% മാറി. ശരിക്കും ഈ ഒരു ഇത്രയും കറുപ്പും സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നില്ലേ? സ്റ്റേജിലാണ് വന്നു. ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എത്ര വർഷമായിട്ടുള്ളതായത്? ഇപ്പൊ ഒരു 8 വർഷമായത്. 8 വർഷമായി. ഇപ്പൊ കുഴപ്പമില്ല, നടക്കാനൊക്കെ പറ്റും ഇല്ലയോ? ഒന്ന് നടന്ന് കാണിക്കാവോ? കണ്ടോ, ഫ്രീ ആയിട്ടാ വരുന്നത് കേട്ടോ. സ്റ്റെപ്പ് കയറിയാലൊന്നും കുഴപ്പമില്ല. വെരിക്കോസ് കഴിഞ്ഞിട്ട് ഈ അൾസറിലേക്ക് മാറുമല്ലോ. അങ്ങനെയുള്ള കുറെ കേസുകളോട് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വെരിക്കോസ് അൾസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എവിടൊക്കെ പോയിട്ട് മാറാത്ത കേസ് എല്ലാം റെഡിയാക്കി പോരും. അതെ. പല ഭാഗത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് മാറാതെ വരുന്ന അൾസറുകളാണ് ഇവിടെ വരുന്നത് കൂടുതലും. ഇദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നം? ഇദ്ദേഹം വർഷങ്ങളായിട്ട് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു അൾസർ തുടങ്ങിയിട്ട്? 2 വർഷമായിട്ടുണ്ടാവും. 3 വർഷമായി ഈ അൾസർ ആയിട്ട് തുടങ്ങിയിട്ട്. കാല് പൊട്ടിയായിരുന്നില്ലയോ? കാലും കടിച്ചുകൂട്ടിയതാ. ഉണങ്ങുന്നില്ല. അതേ കാല് കണ്ടാൽ അറിയാൻ പറ്റുന്ന കെട്ടി വെച്ചേക്കുക. ഹോസ്പിറ്റലിൽ പോയി മാറുന്നില്ല. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഈ എല്ലാവരും പറയുന്ന സംഭവമാണ്. പല സ്ഥലങ്ങളിൽ വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ മാറ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെയും 2 പേരുടെ വീഡിയോ എടുത്താൽ തീരത്തില്ല. അത്രയും നമുക്ക് പറയാൻ ആൾക്കാരുണ്ട്. ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു. എവിടെ അമ്മയുടെ സ്ഥലം? എന്റെ വീട് കാലടി. പേരെന്തോ അമ്മയുടെ? എന്റെ പേര് ഇന്ദിര. ആണോ? എന്തായിട്ട് അവിടെ വന്നേ? ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു. ഡിസ്കിന് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ മാറിക്കൊണ്ടിരിക്കണു. ആണ്. ഈ രോഗിയെ കൊണ്ട് വന്ന ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം ഇവിടെ ചികിത്സ ചെയ്ത് നല്ല മാറ്റമായി. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഡോക്ടർ ഇദ്ദേഹം കുറച്ച് നാളുകൊണ്ട് വരുന്നുണ്ടോ? അതെ. നമ്മുടെ പഴയ പേഷ്യന്റ് ആണ്. പലതവണ ഇവിടെ വന്ന് ബ്ലഡ് എടുത്തിട്ടുണ്ട്. വെറുതെ കയറിയാണ്. അണ്ടർ കൺട്രോൾഡാണ്. കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ? ഒരുപാട് ട്രാവൽ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ സമയം, പക്ഷെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ക്യൂറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അതിൻ്റെ അകത്ത് കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നമാകുന്നത്. അപ്പം അത്രയും കയറുന്നതിന് മുമ്പ് തന്നെ അത് കൃത്യമായി അതിനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതിനോടൊപ്പം കുറച്ച് മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സംഭവം കൺട്രോൾഡാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വർഷങ്ങൾക്ക് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഇത് മുട്ടുവേനയായിരുന്നു. മുട്ടുവേന നമുക്ക് രോഗിയെടുത്ത് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? സ്ഥലം എവിടെയായിരുന്നു അമ്മയുടെ? സ്ഥലം വടകര. വടകര. അപ്പൊ അച്ഛൻ ഞങ്ങള് കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു വീഡിയോ കണ്ടിട്ടാ വന്നത് അല്ലേ? അപ്പം എന്താ കുഴപ്പമായിട്ടാ വന്നേ അമ്മയ്ക്ക്? 2 മുട്ടിനും തായ്മ. 2 മുട്ടിനും വേദനയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമായി. ഇത് ഭാര്യയാണ്, ഇത് പെങ്ങള്. ആണ്. 3 പേര് ഒന്നായിട്ട് വന്നേ അഡ്മിറ്റ് ആയതാണ് ഇവിടെ. ആണല്ലയോ? അപ്പൊ 3 പേർക്കും എനിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഉണ്ട്. അപ്പൊ ദേ കണ്ട, ഒരു വീട്ടിൽ നിന്ന് 3 പേരാവുന്ന 3 പേർക്ക് നല്ല വ്യത്യാസമാണ്. കൂടുതൽ വിഷമം എന്റെയാണ്. എന്റെ 10-40 വർഷമായ പ്രശ്നമാണ് ഇത്. 40 വർഷമായ പ്രശ്നം ഈ മുട്ടിന്. അപ്പൊ ഒത്തിരി മരുന്ന്, ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നോട്, ഇത്രയും മരുന്ന് കഴിച്ച് പുരട്ടിയോന്ന് ചോദിച്ചാൽ എല്ലാം പുരട്ടി, സമാധാനം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നത്. അപ്പോൾ ഡോക്ടർ മരുന്ന് ഇപ്പൊ തൈലം തേക്കാതെ മാറ്റിത്തരാന്നാണ് ഡോക്ടർ പറയുന്നത്. അതിലും സന്തോഷമായി. ഇത് 3 പേരും ഒരേ ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. ഏത് സ്ഥലം എവിടെയായിരുന്നു? പട്ടാമ്പി. പിന്നെ എന്തോ ആയിട്ടാ വന്നേ ഇവിടെ? വെരിക്കോസ് ആയിട്ട് വന്നത്. ഈ 3 പേരും വെരിക്കോസ്? 2 പേര് വെരിക്കോസ്. ഉമ്മാക്ക് പുറംവേദനയും കാൽമുട്ട് വേദന. ഉമ്മാക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഉമ്മാക്ക് കയ്യൊന്നും ഇങ്ങോട്ട് ബാക്കിൽ വെക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഈ വെരിക്കോസിനും ഇപ്പൊ ഓക്കെ? വെരിക്കോസിനും അതെ. പേരെന്തുവായിരുന്നു? ഡോക്ടർ, സാധാരണ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുന്നവര് പലരും ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, വീണ്ടും ഇത് വരുമോ എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. നമ്മൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5000-ഓളം പേർക്കാണെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടുമാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് വീണ്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ നേരത്തെ എഴുതേണ്ട ഒരു 3 വർഷം മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്തു പോയ ഒരു ആൾ വന്നത്. പേരെന്തുവായിരുന്നു? എന്റെ പേര് ബീന വിജയൻ. സ്ഥലം ഞാൻ അഞ്ചലാണ്. അഞ്ചൽ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അഞ്ചൽ പഞ്ചായത്തിൽ ഞാൻ മുൻ മെമ്പറും കൂടെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ഈ ഡിസ്ക് പ്രൊലാപ്സിന് മാത്രം 3 വർഷം. അതിന് മുന്നേ ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു വെരിക്കോസിന് വേണ്ടി. ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ നടക്കുന്നത് ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ടാണ്. എൻ്റെ സ്വന്തം അനുഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ കിടത്തി കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ ഇവിടുന്ന് എന്നെ ഇരിക്കത്തുമില്ലായിരുന്നു. അപ്പോൾ 5-ാമത്തെ ദിവസം ഡോക്ടർ എന്നെ ഇവിടെ ഇരുത്തി. അതിനുശേഷം
കണ്ടിന്യൂസ് ആയിട്ട് 32 ദിവസത്തോളം ഞാനിവിടെ അഡ്മിറ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് പോയി. എനിക്ക് ഇതുവരെ ഈ 3 വർഷമായിട്ട് ഇല്ല ഞാൻ വന്നിട്ടില്ല. ഞാൻ ഒരു മെഡിസിൻ പിന്നെ കഴിച്ചിട്ടില്ല. നമ്മൾ മരുന്ന് മാത്രം കഴിക്കുക, ഇവിടെ കിടക്കുന്ന സമയത്ത് ഡോക്ടറെ കാണുക, അവിടെ ചെയ്യുന്ന മരുന്ന് കഴിച്ചിട്ട് പോയാൽ പിന്നെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ രോഗികൾ ചെയ്യുക. അത് പാടില്ല. ഡോക്ടർ പറയുന്ന കുറച്ച് ആഹാര രീതികൾ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്താൽ ഇത് ഒരിക്കലും തിരിച്ചു വരില്ല, ഗ്യാരണ്ടിയാണ്. ഡോക്ടറെ ഇവരെ ഇത് കഴുത്തുവേദന, നടുവേദന, അതേപോലെ തോളുവേദനയായിട്ടൊക്കെ വന്ന ഒരു ഫൈബ്രോമയോളജി എന്നൊരു കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നതിനൊപ്പം തന്നെയാണെങ്കിൽ അപ്പോൾ എന്തോരം നമുക്ക് രോഗി തന്നെ പറയുന്നതായിരിക്കും ഉചിതം. പേരെന്തായിരുന്നു? എൻ്റെ പേര് ലിസി. സ്ഥലം തൃശ്ശൂർ മുടിക്കോട് എന്ന് പറയും. മുടിക്കോട്. എന്തായിട്ട് വന്നേ? എനിക്ക് കഴുത്ത് വേദന, പിന്നെ കൈക്ക് ഇച്ചിരി ബലം കുറവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും, ഭയങ്കര വെയിറ്റ് തോന്നിയിട്ട് ഒരു ബലക്കുറവുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്തായിട്ടാണെങ്കിൽ വേദനയുണ്ടായിരുന്നു, നീർക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫൈബ്രോമയോളജി എന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ കഴുത്തുവേദനയുടെ ഡിസ്കിനും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നൊരു കണ്ടീഷനായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും അതെ കുറേ സ്ഥലത്ത് ഇതിനു മുമ്പ് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നല്ല വ്യത്യാസം തുടങ്ങി. ഡോക്ടർ മർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മർമ്മം ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നു. കൈയുടെ ആ പ്രശ്നം മാറി, നല്ലോണം മാറി. പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു, ഈ കാലിലോട്ട് ഇങ്ങനെ വേദന ഇറങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. ഡോക്ടർ ഇദ്ദേഹത്തിന് ഡിസ്കിൻ്റെ പ്രൊലാപ്സ് ആയിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. കഴുത്തിനും ഉണ്ട്, അതേപോലെ തന്നെയാണെങ്കിൽ നടുവിനും ഉണ്ട്. ഡിസ്കിൻ്റെ പ്രൊലാപ്സിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത ഉള്ളിലേക്ക് തൈലം കഴിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ഇദ്ദേഹമാണെങ്കിൽ എനിക്ക് തോന്നുന്നു 7 ദിവസം തൈലം കഴിച്ചു. ആദ്യം 30 ml തുടങ്ങി, അവസാനം ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 250 ml തൈലമാണ് അദ്ദേഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. പേരെന്തുവായിരുന്നു? എൻ്റെ പേര് രാജേഷ് എന്നാണ്. സ്ഥലം എവിടാ? സ്ഥലം തിരുവനന്തപുരം നെയ്യാറ്റിൻകര. എന്ത് പ്രശ്നമായിട്ടാണ് വന്നേ? ഞാൻ ഡിസ്ക് ബഡ്ജിങ്, ജോയിൻറ്റ് പെയിൻ, അങ്ങനെ ടോട്ടലി ബോഡിയിൽ മൊത്തം പെയിനായിരുന്നു. അലോപ്പതി ട്രീറ്റ്മെൻറ്റൊക്കെ കുറേ കാലം എടുത്തു. ആയുർവേദവും വേറെ പല സ്ഥലത്തും ട്രൈ ചെയ്തു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം വളരെ നല്ല ട്രീറ്റ്മെൻറ്റും എനിക്കിപ്പോൾ ഒരു 90% ഞാനിപ്പോൾ ഓക്കെയാണ്. വെയിറ്റും ഒരുപാടായിരുന്നു, 102 കിലോ വെയിറ്റുമായിട്ടാണ് വന്നത്. ഇപ്പോൾ വന്നിട്ട് 93-92 കിലോ. നല്ല വ്യത്യാസം. വ്യത്യാസം. ഉള്ളിലേക്ക് തൈലം കഴിച്ച് വസ്തു ചെയ്യുന്ന ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കിൻ്റെ പ്രൊലാപ്സ് മാത്രമല്ല മാറുന്നത്, മറ്റ് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെയാണെങ്കിൽ വെയിറ്റ് റിഡക്ഷനും ഇതിനൊപ്പം തന്നെ സംഭവിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെയാണെങ്കിൽ ഇപ്പം ഡയബറ്റിക്സ് ഉള്ളവരുണ്ടാവാം, അവരുടെ ഡയബറ്റിക്സ് നോർമലാവുന്നുണ്ട്. അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവർ ഉണ്ടായിരിക്കാം, കൊളസ്ട്രോൾ നോർമലാവുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഉള്ളിലേക്ക് തൈലം കഴിക്കുമ്പോൾ പല രോഗികളുടെയും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടത്തില്ലേ എന്നുള്ളതാണ്. അങ്ങനല്ല, ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയുകയാണ് ചെയ്യുന്നത്, കൊളസ്ട്രോൾ നോർമലാവുകയാണ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ മാത്രമല്ല, BP, മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗം കൂടെ മാറും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലേക്ക് തൈലം കഴിച്ച് വസ്തു ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വീടാണ്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മാത്രമല്ല, ഇവിടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. അമ്മയാണ് ഏറ്റവും കൂടുതലും ഇവരുമായിട്ടെല്ലാം കറക്റ്റ് ചെയ്യുന്നില്ലയോ? ആര് വന്നാലും പെട്ടെന്ന് അമ്മയായിരിക്കും. അമ്മയുടെ കാര്യം അമ്മയോട് ചോദിക്കും. പോകാൻ നേരത്തും വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഇത്ര കുറഞ്ഞു, നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നത്. എനിക്കൊന്ന് അത്യാവശ്യം കോൾ എടുക്കുന്ന അമ്മയാണ് തോന്നുന്നു. ഫോണ് കൂടുതലും എടുക്കുന്ന ഞാനാണ്. ആര് വിളിച്ചാലും കൃത്യമായിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ഡോക്ടറെ, ഇവിടെ വരേണ്ടവരെങ്ങനെയാ വരണ്ടേ? ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര 4 കിലോമീറ്ററാണ് നെല്ലിക്കുന്നം എന്ന സ്ഥലത്താണ് നമ്മുടെ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഇടവിട്ടിട്ടാണെങ്കിൽ ബസ്സുണ്ട്. കൂടുതലും പ്രൈവറ്റ് ബസ്സാണുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. അങ്ങനെ എത്താം. വീഡിയോയിൽ നമ്പറുണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് നേരെ പോരുന്നാൽ മതി.